ശാസ്ത്രം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉപവാസത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന്. ഉപവാസം കൊണ്ട് ശരീരത്തിന് സമയം ലഭിക്കുന്നു ഡീറ്റോക്സ് ആകുവാൻ, പോഷകങ്ങളുടെ ഉപയോഗിക്കാത്ത സ്രോതസ്സുകളായ കൊഴുപ്പ് ഉപയോഗിക്കുവാൻ. മാത്രമല്ല, ഉപവാസം നമ്മുടെ വയറിനെ ശുദ്ധീകരിക്കുകയും അണുബാധയെ ചെറുക്കാൻ ശക്തി നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈയിടെ ഒരു പോഡ്കാസ്റ്റിൽ ഉപവാസത്തിന്റെ അനേകം ഗുണങ്ങൾ പരാമർശിച്ചു. दूसरा मेरा अनुभव है कि आपके विचार प्रवाह को ये बहुत ही शार्पनेस देते हैं, नयापन देते हैं. आप एकदम से आउट ऑफ बॉक्स. मैं नहीं जानता हूं औरों का उपवास का यही अनुभव होगा, मेरा है. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ഉപവാസം ഇന്ദ്രിയങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു, അവയെ കൂടുതൽ സംവേദനക്ഷമവും ജാഗരൂകവുമാക്കുന്നുവെന്ന്. അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി, അതായത് ഉപവാസം കേവലം ഭക്ഷണം ഒഴിവാക്കുക എന്നല്ല, ഇതിൽ തയ്യാറെടുപ്പും ഡീറ്റോക്സ് ആകാനുള്ള ഒരു ശാസ്ത്രീയ പ്രക്രിയയും ഉൾപ്പെടുന്നു. ഉപവാസം അനുഷ്ഠിക്കുന്നതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതായത് പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുക, ദീർഘായുസ് വർദ്ധിപ്പിക്കുക, സന്തുലിത ഭാരം നിലനിർത്തുക. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിലുള്ള ഉപവാസം ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കുന്നു. എന്നുവെച്ചാൽ ശരിയായ രീതിയിൽ ഉപവാസം അനുഷ്ഠിച്ചാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാകുമെന്ന് മാത്രമല്ല, മനസ്സും ആത്മാവും ശുദ്ധമാവുകയും ചെയ്യും. അതായത് ഉപവാസം സമഗ്രമായ ക്ഷേമത്തിന്റെ ഒരു ഫലപ്രദമായ മാർഗമാണ്. കാരണം ഇത് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം സന്തുലിതമാക്കുന്നു.